ഗൈസ്. ഞാൻ കോപ്പി റൈറ്റ് ഇട്ട് വരൂ, പാട്ട് വെക്കല്ല. ആരെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിൽ ഓടി വരൂ. ഹായ്. സുഖാണോ? അതെ. ഹായ് 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 ഹായ്. മുടി കെട്ടിയത് നന്നായില്ല ഗൈസ്. സുഖാണോ? അതെ, സുഖമായിട്ടിരിക്കുന്നു. തിരിച്ചും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഇല്ലടാ അശ്വിൻ. അരുൺ എവിടെ? അരുൺ ദേ ഇപ്പം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു സോഫേൻ്റെ അകത്ത്, എണീറ്റ് പോയി. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹായ് മുത്തേ, സുഖാണോ? അതെ, സുഖമായിട്ടിരിക്കുന്നു. താങ്ക്സ്. ഓക്കെ. എനിക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്ത് കണ്ണിനൊരു മങ്ങിച്ച വരുന്നുണ്ട്. മോനെ, ഇപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? അതെ, ഓക്കെയാണ്. അത് ഞാൻ പറഞ്ഞു, എനിക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്ത് കണ്ണിന് ചെറിയൊരു മങ്ങിച്ച പോലെയുണ്ട്. അപ്പോൾ അതിപ്പം നിലവിലുണ്ട്. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല. ലൈവ് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഞാൻ ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ട് മോനോട് വെള്ളം ചോദിച്ചിട്ടേ ഉള്ളൂ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വാസ് വിജയ്. ഇവരെ ആരെയാണ് ഇഷ്ടമെന്നാണോ ഉദ്ദേശിച്ചത്? ഗോൾഡ് വിറ്റ് എന്താ? ഗോൾഡ് വിറ്റ് ഗോൾഡ് വിറ്റിട്ടും ഹജ്ജിന് പറഞ്ഞേക്കാൻ കുഞ്ഞ് സൗകര്യം കേട്ടോ. മരുന്ന് കഴിച്ചോ പെണ്ണേ? ഇല്ല, കഴിക്കണം പൊന്നെ. തിരിച്ചു പറയാം. ഗുഡ് ഈവനിങ് ക്യൂ. ഗുഡ് ഈവനിങ്. ഹേയ്, ഹലോ മാം. ഹായ് ലാമി. ഹായ്. രാത്രിക്ക് എന്താ ഉണ്ടാക്കിയേ? ചോറുണ്ട്, മീൻകറി ഉണ്ട്, പയറുപ്പേരുണ്ട്. മീൻ പൊരിക്കാൻ നിന്നിട്ടില്ല ഇന്ന്. ഹായ് മാഡം, ഐ ആം ഫ്രം ബാംഗ്ലൂർ. ഹായ്. யாரோ ഹിന്ദിയിൽ അയച്ചു. ഹിന്ദി എനിക്ക് தெரியாது. ജസ്റ്റ് ഞാൻ നിനക്ക് സുഖാണോ? പിന്നെ അല്ല മുട്ടേ, കുറച്ച് കുറവുണ്ട്. അരുണേട്ടനോട് ഹായ് പറയണേ. ഹായ് പറയാം. ഹലോ ഡിയർ പ്രിൻസസ്. ആര്? ഞാനാ? ഇത്ത 2 മാല കൂടി. അതെന്താണെന്നറിയോ ലാമി? നാളെ ചെറിയൊരു ടൂറ് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ കള്ളന്മാരെ വിളിച്ച് വരുത്തുന്നത്? ആ കുറവ് എന്നോട് പറയത്തില്ല. ഞാൻ വാട്സപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലതകുട്ടി, തലക്കുട്ടി. ലതേച്ചി നാളെ നമ്മുടെ ഗുണ്ടിൽപേട്ട് പോവുകയാണ്. സൂര്യകാന്തിയും മറ്റേ ഇതില്ലേ, ഓണത്തിന് പൂവിടുന്നതിൻ്റെ പേരെന്തായിരുന്നു? എന്തായാലും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെട്ടി. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 മാല എൻ്റെ കഴുത്ത് കാണുന്നത്. കാരണം വീട്ടിൽ വെച്ചിട്ട് പോകാൻ പറ്റൂല, അറിയാലോ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ആണെങ്കിൽ അതിനെക്കാട്ടിലും വലിയ സേഫ്റ്റി വേറെ ഇല്ലല്ലോ. ഉമ്മ ഉപ്പ ഹജ്ജിന് പോവും, മുത്തേ ഉറപ്പ്. അഥവാ അവർ പോയിട്ടില്ലെങ്കിലും അവർക്കും എനിക്കും ഒരു വിഷമവും ഇല്ല. കാരണം 4 മറ്റേ ഇതങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലല്ല, ഗുണ്ടിൽപേട്ട പോകണം. ഗുഡ് ഈവനിങ്. സുഖമാണോ? അതെ, സുഖമായിട്ടിരിക്കുന്നു. ഓണം ടൂറാണോ പോണത്? അതെ, ഓണം ടൂറാണ് പോണത്. ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യും, ചിലപ്പോൾ ഇങ്ങ് പോരും. കാരണം അവന് ഈവനിങ് എവിടെയോ പയനിയിലോ അങ്ങോട്ട് ഓർഡർ പോകാനുണ്ട്. ഗുണ്ടിൽപേട്ടിൽ പൂവ് കഴിയാനായിട്ടില്ല. എനിക്കറിയില്ല കേട്ടോ, ഇനി പോയി നോക്കാം. ഇനിയിപ്പം ഷാരിയില്ലേ മേരി എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ജസ്റ്റ് ഒരു യാത്ര, അത്ര തന്നെ. ഇനിയിപ്പോൾ സൗണ്ട് പോയിട്ടുണ്ടാവും. അതൊക്കെ ഇനിയിപ്പോൾ വിളിക്കും. കറങ്ങുന്നു, എന്ത് കറങ്ങുന്നു? മറ്റേ ഇതായിരിക്കും, എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ടാണെന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോവും. എന്താ എഴുതി? ചക്കരക്കുട്ടി. ഹായ് ജസ്മിൻ ചേച്ചി, എൻ്റെ സൗണ്ട് കേൾക്കാവോ? കോള് വന്നാൽ ഉടനെ സൗണ്ട് പോവാറുണ്ട്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് പറയാനില്ലേ, ഞാൻ ലൈവ് കട്ടാക്കിയിട്ട് രണ്ടാമത് ലൈവിൽ വരേണ്ടി വരും. കേക്കാ? ഓക്കെ. എൻ്റെ ഹസ്ബൻഡ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നേ, ആ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു എന്നോട്, എങ്ങോട്ടാ ഒളിച്ചോടിയത്? ഞാൻ ചോദിച്ചു, ഒളിച്ചോടിയത് എങ്ങോട്ടോന്നോ? ഞാൻ ഒളിച്ചോടിയതായിട്ട് ന്യൂസ് വന്നിട്ടുണ്ടല്ലോ ഗൈസ്, ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാനിവിടെ മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിള്ളേരോട് ഇത് പറഞ്ഞു, ഉമ്മ ഒളിച്ചോടിയിട്ടുണ്ടോ അല്ലേ. കൂട്ടത്തിൽ ഞാൻ കൂട്ടിച്ചേർത്തു, ഒരു കൊടീശ്വരൻ്റെ കൂടെ ഒളിച്ചോടാവുകയെന്ന്. കേൾക്കുന്നുണ്ട്? ഓക്കെ. ഹൈഡിയാർ. നെറ്റിപ്പട്ടം കിട്ടിയ പിടിയാന. എൻ്റെ മെസ്സേജ് വായിക്കാലോ? ഹൈത്താ. ഹൈ യു ബാക്കി യു എടപ്പോയി. ഹായ്. ഹൈത്താ. ജാസ്മിൻ ഗുരുവായൂർ പ്രശ്നത്തെക്കുറിച്ച് 2 വാക്ക് പറയോ? എനിക്കൊന്നും പറയാനില്ല, പക്ഷെ ആ ഒരു പുണ്യാഹം തെളിച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമം പോലെ തോന്നി. കാരണം എന്തൊക്കെയായാലും ഒരു മനുഷ്യനല്ലേ എന്നുള്ള ഒരു ചിന്താഗതി വന്നു കേട്ടോ. ആ ഒരു കാര്യം മാത്രം എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്നോടൊരു അത്രക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും കാണും. ഞാൻ ഗുരുവായൂർ ആ പരിസരത്ത് നിന്നിട്ട് കേക്ക് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഗുരുവായൂർ അമ്പലത്തിന് ഹരേ കൃഷ്ണമാല ഇട്ടത്, അത് ഞാൻ അതേപോലെ വ്രതം എടുത്തിട്ട് ചെയ്തതാണ്. ഞാൻ ഹിന്ദു മതത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് വിഷമമുണ്ടായിട്ടുണ്ട് കേട്ടോ. നിൻ്റെ കൂട്ടുകാരി ജാസ്മിൻ ജാഫർ, ഓണം ഡ്രസ്സെല്ലാം സൂപ്പറാണ് കേട്ടോ. ഇനിയുണ്ട് വരാൻ. എന്നെ അരുണിൻ്റെ അമ്മ തന്ന ഓണം സമ്മാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മുസ്ലിമിൽ നിന്നും മാറിയോ?
എനിക്ക് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി എന്നുള്ളത് വേർതിരിവൊന്നുമില്ല കേട്ടോ. എനിക്ക് മനുഷ്യൻ. ഒരുപാട് ഇഷ്ടമാണ് ജസ്ന നിന്നെ. താങ്ക് യു. ഓണം ഡ്രസ് പ്രൈസ് ലോ. ഞാൻ പ്രൈസ് ലോ അല്ലേ എടുക്കാറുള്ളൂ. എനിക്ക് വലിയ പ്രൈസിലിട്ടിട്ട് എടുത്തിട്ട് 1-2 പ്രാവശ്യം ഇട്ടിട്ട് അളമാറിയിൽ വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ലടോ, മുട്ട ഉപയോഗിച്ച കേക്കല്ല ഞാൻ അവിടെ മുറിച്ചത്. അതിലാണ് എനിക്ക് ഏറ്റവും വിഷമം. നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എത്രത്തോളാണെന്നുള്ളത് അത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ആ ഒരു പരിസരത്ത് കൂടെ വെജിറ്റേറിയൻ മാത്രമേ പാടുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് മുട്ട ഉപയോഗിക്കാത്ത കേക്ക് നിങ്ങൾക്കൊക്കെ പറയാവുന്ന, അതിപ്പോൾ അവൈലബിളായിട്ട് എല്ലാ ഷോപ്പിലും കിട്ടുന്ന ഒരു സംഭവമാണ് മുട്ട ഉപയോഗിക്കാത്ത കേക്ക്. എന്നിട്ട് അത് ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ നിരന്തരം വാദിച്ച് അതവർ അങ്ങനെ തന്നെ ആക്കി തീർത്തു. ഞാൻ പല പ്രാവശ്യം എനിക്ക് അന്ന് ആ വീഡിയോ എടുത്ത സമയത്തും എനിക്കൊരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ അവിടുന്ന് കട്ട് ചെയ്യാനല്ല, ഞാൻ നടക്ക് പുറത്ത് റോട്ടുമെന്ന് കട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്. ഒരു ഓൺലൈൻ മാധ്യമക്കാരന് അവനാണ് നിർബന്ധിച്ച് അവിടെ നിന്ന് കട്ട് ചെയ്യിപ്പിച്ചത്. അതിന് ഗുരുവായൂരപ്പൻ അവന് തക്കതായ ശിക്ഷയും കൊടുത്തു. കാരണം അവരുടെയൊക്കെ ഉപജീവന മാർഗമായിരുന്നു 24 hours ഈ ഗുരുവായൂർ ലൈവ് എന്ന് പറയുന്നത്. അത് ഗുരുവായൂരപ്പൻ അങ്ങ് നിർത്തി കൊടുത്തു. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അത്രമേൽ ഞാൻ അവിടെ നിന്നുള്ള ആൾക്കാരോട് അറിയാം. പിന്നെ അവിടുത്തെ ഭക്തർക്ക് ഞാൻ കേക്ക് കൊടുത്തു എന്ന് പറയാം. ഇപ്പോഴും ഞാൻ മനസാക്ഷിയെ എന്താ പറയുക, നെഞ്ചത്ത് കൈവച്ചിട്ട്, അല്ല എൻ്റെ മക്കളെ പിടിച്ചിട്ട് ആരും കള്ളത്തരം പറയൂലാലോ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. അവിടെ ഞാൻ എൻ്റെ കൂടെ നിന്ന് ആ 2 ചേച്ചിമാരിൽ ഒരാൾ തിരിച്ചെനിക്ക് കേക്ക് വായിലിട്ട് തരുന്ന സമയത്ത് അൽഫാം കഴിച്ചതിൻ്റെ സ്മെല്ലടിച്ചിട്ട് സത്യം പറയാച്ചാൽ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കളെ പിടിച്ചിട്ട് പറയാം. കാരണം മക്കളെ പിടിച്ചിട്ടൊന്നും ഒരാളും ഒരു കള്ളസത്യം ഇടാൻ പോകില്ല. അപ്പം എൻ്റെ 2 മക്കളെ പിടിച്ചിട്ടും പറയാം. അങ്ങനെ വരെ ഉള്ള അവർ അവിടെ ഭക്ഷണം കഴിച്ചിട്ടാണ് നിന്നത്. എന്നിട്ട് മുട്ട ഉപയോഗിക്കാത്തൊരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് ക്രൂശിച്ചു. എന്നെ ഒരുപാട് ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ വാദിക്കുമ്പം നമുക്കുണ്ടാവുന്ന വിഷമം എത്രത്തോളമാണ് എന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതാ കമൻറ്റ് വായിക്കുമോ? ജസ്റ്റ് ഞാൻ എൻ്റെ കമൻറ്റ് വായിക്കേ. കണ്ടില്ലല്ലേ ഇത് ചേച്ചി? ജസ്റ്റ് ഞാൻ അമ്പലക്കുളമാണ്, ഓർമ്മ വേണ്ടേ? അത് എന്തായാലും ലത ചേച്ചി ഒരു മനുഷ്യനല്ലായിരുന്നോ എന്നുള്ള ഒരു ഇത് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ലത ചേച്ചി എൻ്റെ ഒരു, നമ്മളിപ്പം ആപത്ത് ഘട്ടത്തിൽ ഇപ്പം നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഡോക്ടർ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കൂല. അല്ല, നമുക്കൊരു ബ്ലഡ് വേണമെന്ന് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ അതെനിക്ക് മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിൻ്റെയോ മാത്രം തരണമെന്ന് പറയുകയില്ലല്ലോ. അരുണേട്ട, അമ്മ തന്ന ഡ്രസ്സ് കാണിച്ച് തരണേ, വീഡിയോ ഇടണേ. അമ്മൻ്റെ ഡ്രസ്സൊക്കെ അമ്മ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 4 ഡ്രസ്സ് കൊടുത്തയച്ചിട്ട് അതിലേതാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് വെച്ച് അതെടുത്തോളാൻ പറഞ്ഞതാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്, അതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് കൊലപാതകിനേക്കാളും വലിയ തെറ്റാണെന്ന് അറിയാമോ? അതിൽ ജാസ്മിൻ പറഞ്ഞൊരു കാര്യം, ഇത് ഹോസ്പിറ്റലല്ല അമ്പലമാണ്. ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അറിയാതെ പറ്റിപ്പോയതാണ് എന്നുള്ളത്. വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോകുമ്പം നമ്മളേത് എന്ന് ചിന്തിക്കണമെങ്കിൽ നമുക്ക് അതിന് വേറൊരു മനസ്സ് തന്നെ വേണ്ടി വരും അല്ലേ? അങ്ങനെ കണ്ടിട്ടായിരിക്കും മേ ബി ആ കുട്ടി ആ കാല് കഴുകിയത്. ജസ്റ്റ് ഞാൻ അത് ഒരു അമ്പലം കുളമാണ് എന്ന് ഓർമ്മ വേണം. ആണില്ലത് ചേച്ചി അവിടെ ആറാട്ട് നടത്തുന്നതാണെന്നൊന്നും മേ ബി ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കും. എനിക്കും സത്യം പറയാച്ചാൽ ആറാട്ടുകുളമാണ് അത് എന്നുള്ളതും അവിടെ എന്താ മണിക്കിണർ ഉണ്ട് എന്നുള്ളതൊന്നും ഞാനും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം ആ അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് മീനുകളെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ.
ഞാൻ ഇന്ന് വരെ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങിയോ അല്ലെ ആ പടവുകളിൽ ഇരിക്കുക പോലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അതിൽ പോകുന്ന സമയത്തൊക്കെ തന്ത്രിമനയിലേക്ക് പോകുന്ന സമയത്ത് ഈ അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ കൂടി, ഈ അപ്പുറത്തെ സൈഡിൽ കൂടി ആണെങ്കിലും ഇപ്പുറത്തെ സൈഡിൽ കൂടി ആണെങ്കിലും അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മീനിനെ നോക്കി നിൽക്കാറ്, കുറേ സമയം അവിടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ഇതുവരെ എന്തോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടും കാര്യങ്ങളൊന്നുമില്ല, ഭഗവാനെ ഇറക്കാതിരുന്നതാണ് എന്നുള്ളത് എനിക്കറിയാം. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്നിക്ക് ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഒന്ന് വിശ്വസിക്കാതിരിക്കാം, അല്ലെങ്കിൽ വിവരക്കേട് പറയാതിരിക്കാം. ഞാൻ റഫീഖ് ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നെങ്കിൽ ഏതിലെങ്കിലും ഒന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഒന്നിലും വിശ്വസിക്കാതിരിക്കാം, അല്ലെങ്കിൽ വിവരക്കേട് പറയാതിരിക്കാം. ഈ കാര്യങ്ങളാണ് റഫീഖ് പറഞ്ഞത്. ഞാൻ പറയുന്നത് വിവരക്കേടായിട്ട് റഫീഖിന് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്നിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറയുന്നത്, അതെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരാടോ, നമ്മൾ ഈ മറ്റേ ക്രിസ്ത്യാനികൾ തോന്നുന്നു തന്നെ പോലെ തൻ്റെ അയൽവക്കക്കാരെ സ്നേഹിക്കണമെന്ന് ക്രിസ്ത്യൻ മതത്തിലും മുസ്ലിം മതത്തിലും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, ഇനി അതും പറയണ്ട. അപ്പോൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ ഒന്നിൽ മാത്രം, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നിൽ മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നും വേണ്ട, ഭഗവാന്റെ ഫോട്ടോ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് കണ്ണാന്ന് വിളിക്കുന്ന ഒരാളാണ്. അപ്പം നിനക്ക് കണ്ണനെ മാത്രം സ്നേഹിച്ചൂടെ, കണ്ണൻ്റെ മതം സ്വീകരിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, ഞാൻ ജനിച്ച് വളർന്നു വന്ന് ഒരു 23-24 വയസ്സ് വരെ വളർന്നു വന്നത് ഒരു മതത്തിൽ നിന്നാണ്. പെട്ടെന്ന് ആ മതത്തെ എനിക്ക് കൈയൊഴിയാനും പറ്റൂല, കണ്ണനിലേക്ക് ഒരാളിലേക്ക് മാത്രമായിട്ട് എനിക്ക് നിൽക്കാനും പറ്റൂല, മറ്റേ ആളെ കൈയൊഴിയാനും പറ്റൂല. അതുകൊണ്ട് രണ്ടുപേരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പോകുന്നു. നിങ്ങളൊക്കെ 10-25 വയസ്സ്, റഫീഖൊക്കെ 10-25 വയസ്സാവുന്ന സമയത്ത് വിവാഹം കഴിക്കുന്നുണ്ടാവും. അപ്പം നീ അതുവരെ കണ്ടുവന്ന നിൻ്റെ ഉമ്മാനെ വിട്ടിട്ട് നിൻ്റെ ഭാര്യനെ മാത്രം സ്നേഹിക്കില്ലല്ലോ, നിൻ്റെ ഉമ്മാനെയും ഭാര്യനെയും ഒരുപോലെ സ്നേഹിക്കൂലേ? അതേപോലെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 24 വയസ്സ് വരെ ഞാനൊരു മതത്തിൽ മാത്രം വിശ്വസിച്ച്, എന്നെപ്പോലെ ഒരു ഭക്ത വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറയാം. ഒരു റക്അത്ത് നിസ്കാരം പോലും ഒഴിവാക്കാതെ, അല്ലെ മദ്രസയിലൊക്കെ അത്രയും ഭക്തി ബഹുമാനത്തോടെ കൂടെ പോയി, അത്രയും ഭക്തി ബഹുമാനമുള്ള ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വന്നിട്ട് കണ്ണനെ ഇഷ്ടപ്പെടുമ്പം എനിക്ക് എൻ്റെ മതത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല, കണ്ണനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ രണ്ടിനെയും ഒരുപോലെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പോലെ ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. അത് പലരിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് അവരുടെ കണ്ണാണ്. എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ കാണുന്നതല്ല നിങ്ങളുടെ കണ്ണിൽ കൂടെ നിങ്ങൾ തിരിച്ച് കാണുന്നത്. ഒന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഫോൺ എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൈറ്റ് ഹാൻഡാണ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൻ്റെ അടുത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. നമ്മൾ ഒരു പഴഞ്ചൊല്ലില്ലേ, 6ഉം 9ഉം. ഒരാളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ അത് 6ആയിരിക്കും, മറ്റൊരാളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ അത് 9ആയിരിക്കും ഇല്ലേ? അതിനെയും നമുക്ക് മാറ്റാൻ പറ്റൂല. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം, അത് എന്തോ ആയിക്കോട്ടെ, ഏത് മതമോ ആയിക്കോട്ടെ, അത് അവരും അവരുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ടുള്ളതാണ്. അതങ്ങ് വിട്ടേക്കൂ എന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ജസ്റ്റ് ഞാറാട്ട് നടക്കുന്ന കുളമാണ്, അത് അശുദ്ധിയാക്കാൻ പാടില്ല. അല്ലാതെ ചേച്ചി, ഞാനൊരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് ഞാൻ ആരെയും ജാസ്മിനെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടും തള്ളിക്കളഞ്ഞിട്ട് രണ്ടും എനിക്ക് പറയാൻ പറ്റില്ല. അതിൽ ആരായിരുന്നു, ഫിറോസ് ഖാനോ ആഴോ എന്നിട്ട പോസ്റ്റ് ഞാൻ കണ്ടു. നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് മൂത്രം മുറ്റി പോവോ ഇല്ലയോ എന്നുള്ളോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം, ഞാൻ കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ശുദ്ധിയോ അശുദ്ധിയോ എന്തോ എനിക്കറിയാം. ഞാൻ കൂടുതലായിട്ട് പറയാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, പറയുന്നത് ഞാനായതുകൊണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ലതും ദോഷവും കാണാൻ ആൾക്കാരുണ്ടാവും. എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും ആൾക്കാരുണ്ടാവും, മറ്റൊരു ഭാഗത്ത് നിന്ന് നമ്മുടെ ശത്രുപക്ഷത്ത് നിന്നിട്ടും ചിന്തിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പം അമ്പലക്കുളം ആറാട്ട് നടക്കുന്ന സ്ഥലമാണെന്ന് ജാസ്മിൻ ഒരിക്കലും അറിയണ്ടാവില്ല. അറിയെങ്കിലും ഒരിക്കലും അറിയക്കൊള്ളാരും തെറ്റ് ചെയ്യൂലോ. എനിക്കറിയില്ലല്ലോ ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. ഭഗവാനെയൊക്കെ ആറാട്ട് എന്ന് പറയുന്നത് കുളിപ്പിച്ചെടുക്കുക എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ ഇത് ചേച്ചി? എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത്
ആ ഒരു കുളത്തിലിറങ്ങി കുളിച്ചോരെയൊക്കെ ഒരു ഭാഗ്യം ഞാൻ ചിന്തിക്കുക. കാരണം ഞങ്ങളുടെ മതത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പം ഹജ്ജിനോ ഉംറക്കൊക്കെ പോയ ഈ പല മഹത്തായ ആൾക്കാരും നടന്ന സ്ഥലം അല്ല, അങ്ങനത്തെ ഒരു പോസ്റ്റ് എന്താ, ഞാൻ ആ ഒരു വീഡിയോ കണ്ടതല്ലേ അത് ചേച്ചി എന്തായാലും മറ്റേ ഏതൊരു പയ്യന് എന്തോ ലതിച്ചേച്ചി ഒന്ന് ന്യൂസ് എടുത്ത് നോക്കിയാൽ കാണാം. അതിൽ ആ ഒരാൾ പോസ്റ്റ് ഇട്ടായിരുന്നു, ബിഗ് ബോസിലെ മുമ്പത്തെ ഏതോ ഒരു കണ്ടസ്റ്റൻസ് അങ്ങനെ, അവൻ്റെ പേരെന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കുളത്തിലിറങ്ങി കുളിക്കാൻ തന്നെ പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര. അപ്പോൾ നമ്മുടെ മതത്തിൽ തന്നെ, നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനും ഇപ്പോൾ പറയാൻ വരും, ഇസ്ലാം മതത്തിൽ തന്നെ ഒരുപാട് മഹത്തായിട്ടുള്ള ആൾക്കാർ നടന്നു വരുന്ന വഴികളും അവരിരുന്ന സ്ഥലങ്ങളൊക്കെ പ്രാധാന്യമായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ ഇത് അറിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയും ആ ഒരു പ്രാധാന്യത്തെ തന്നെ കാണുമായിരുന്നു. എനിക്ക് ഞാനും ചിന്തിക്കുന്നൊരു കാര്യം, പലരും ചോദിച്ചൊരു കാര്യമാണ്, അത്രയും സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഉണ്ടായിട്ടും ഒരാൾ പോലും അത് കണ്ടില്ലേ എന്നുള്ളത് ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഗുരുവായൂർ ആ പരിസരത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റിക്ക് കേക്കിൻ്റെ ഒരു കഷ്ണവും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തത് തെറ്റാണ് എങ്കിൽ, തെറ്റ് ആയിരുന്നുവെങ്കിൽ ആ സ്പോട്ടിന് ആ സെക്യൂരിറ്റി അവിടുന്ന് പറയേണ്ടതായിരുന്നു, ജസ്റ്റ് ഞാൻ അത് ചെയ്യാൻ പാടില്ല, അല്ലെ കുട്ടി അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വിലക്കാമായിരുന്നു. സെക്യൂരിറ്റി എന്നെ വിലക്കിയില്ല, സെക്യൂരിറ്റി നോക്കി നിന്നതാണ്. സെക്യൂരിറ്റിക്ക് ഞാനൊരു കഷ്ണം കേക്കിൻ്റെ കഷ്ണം കൊടുക്കുകയും ചെയ്തതാണ്. അപ്പം എനിക്കറിയാത്ത ആചാരങ്ങളും എനിക്കറിയാത്ത വിശ്വാസങ്ങളും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് അറിയേണ്ടതാണ്, അവർ പറഞ്ഞു തരേണ്ടതാണ്. അന്ന് അവിടെ നിന്ന സെക്യൂരിറ്റി എനിക്കത് പറഞ്ഞു തരാനും നിന്നിട്ടില്ല, പക്ഷേ എന്നോടൊരു കഷ്ണം കേക്ക് മേടിച്ച് കഴിക്കാനും തയ്യാറായി. അപ്പം ഞാൻ എങ്ങനെയാണ് അതൊരു തെറ്റാണ് എന്ന് അന്ന് ഞാൻ ചിന്തിച്ചില്ല. പിന്നെയാണ് പറഞ്ഞത് ക്രിസ്ത്യൻ മത ആചാരപ്രകാരമാണ്. അവിടെ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അന്യമത പ്രവേശനമില്ല എന്ന്. ലത ചേച്ചി അതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളത്. കുളത്തിൻ്റെ പരിസരത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ആ കുളം നോക്കി നിൽക്കാറുള്ളതാണ്. പിന്നെ അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ പറയാണ്, അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നൊരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് അവിടെ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് പറഞ്ഞു തരാനുള്ള വിവേകോടെയുള്ള ആൾക്കാരെയാണ് അവിടുത്തെ സ്റ്റാഫുകളായിട്ട് വെക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം അന്ന് ഞാൻ ചെയ്യുന്നത് അത് ഇത്രമേൽ പ്രശ്നമായി വരുന്നൊരു സംഭവമായിരുന്നുവെങ്കിൽ ആ സെക്യൂരിറ്റിക്ക് എൻ്റെ തന്നെ ഒന്ന് തടഞ്ഞൂടായിരുന്നു. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഈ ഗുരുവായൂർ ഓൺലൈൻ പേജിലുള്ള ഒരു പയ്യൻ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് നിന്നത് കട്ട് ചെയ്തത്. അവൻ ആ സ്പോട്ടിനത് അവൻ്റെ പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അന്നൊരാൾ എന്നോട് പറഞ്ഞില്ല അത് തെറ്റാണ് ജസ്റ്റാന്ന്. വർഷങ്ങൾക്കിപ്പുറം എന്നല്ല, മാസങ്ങൾക്കിപ്പുറം, ഞാൻ ജൂണിൽ കട്ട് ചെയ്തു, ആഗസ്റ്റ് ആയ സമയത്ത് ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണെന്ന് ചിലർ നിരന്തരം എന്നെ ഹണി ട്രാപ്പുകാരി എന്ന് മുദ്ര കുത്താൻ ശ്രമിച്ചതിന് ശേഷം, അതല്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ കട്ട് ചെയ്തതാണെന്നും പറഞ്ഞ് ഞാൻ ഇതെടുത്തിട്ട് പിന്നെ അത് വിഷയമാക്കിയെടുത്ത് അത് അത്രമേൽ വ്രണപ്പെടുത്തിയെടുത്തത് അവരാണ്. എനിക്ക് ലത ചേച്ചി സത്യം പറഞ്ഞാൽ, ലത ചേച്ചി പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അതിലൂടെ നടക്കുന്നത് പോലെ അല്ല കുളത്തിലിറങ്ങുന്നത്. ലത ചേച്ചി സത്യം പറയാച്ചാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടാട്ടോ ഞാൻ ലത ചേച്ചി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം ഞാൻ കണ്ണനെയും അമ്പലവും കാണൽ തുടങ്ങിയത് എൻ്റെ 24-ാം വയസ്സ് തൊട്ടിട്ടാണ്. എനിക്ക് 33 വയസ്സായി. 10, 13, 12, 13 വർഷമായിട്ടുള്ള ഞാൻ കണ്ണനെ കാണൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ആകെ ആ നടയിൽ പോവും, ഫോട്ടോ കൊടുക്കും, തിരിച്ചു പോരും. തന്ത്രിമനയിൽ ചിലപ്പോൾ പോവും, തന്ത്രിയെ ഒന്ന് കാണും, ഒന്ന് കാല് തൊട്ടിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോരും. ഒരു 2-3 മിനിറ്റ് മാക്സിമം, അത്രേ ഞാൻ അവിടെ നിൽക്കാറുള്ളൂ. യേശുദാസ് എന്തുകൊണ്ട് അവിടെ പോകാത്തത് അത് കറക്റ്റ് എനിക്കറിയില്ല ലത ചേച്ചി. അപ്പം ഞാൻ സമയം ഞാൻ പോയാലും മാക്സിമം ഒരു 1/2 മണിക്കൂറിൽ അപ്പുറം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യാറില്ല.
ഞാൻ അപ്പം തന്നെ ഇങ്ങ് പോരാറുണ്ട്. കാരണം എനിക്ക് വിഷമമായിട്ടുള്ളൊരു സംഭവം മുമ്പൊരിക്കൽ എന്ന് വെച്ചാൽ 2016 അങ്ങാണ്ടു ആ ഒരു കാലഘട്ടങ്ങളിൽ എനിക്ക് വിഷമമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് 2014, 15, 16 ആ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഇടാൻ ഡ്രസ്സ് വളരെ കുറവായിരുന്നു. ഉള്ളത് പറയുന്നതിന് എന്താ, എനിക്ക് എങ്ങോട്ട് പോകുമ്പോൾ ഇടാൻ ഡ്രസ്സ് കുറവായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഭർത്താവ് ഒരു പർദ്ദ മേടിച്ച് തന്നു. എനിക്ക് മെയിനായിട്ട് ആ ഒരു പർദ്ദ മാത്രമേ ഉള്ളൂ. എനിക്ക് ചുരിദാറുകളൊക്കെ വളരെ ഒന്നോ രണ്ടോ എണ്ണമുള്ള ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എനിക്ക് അതിട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. അത്രമേൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിന്ന ഒരു കാലഘട്ടം ഉണ്ട് എനിക്ക്. ഞാൻ ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ കൊടുക്കുന്ന ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരേ ഡ്രസ്സായിരിക്കും, ഒരു പർദ്ദയും ഒരു തട്ടവും. അത് മാത്രമേ എനിക്കുള്ളായിരുന്നു. ഒരിക്കൽ ഞാൻ ഗുരുവായൂർ ഇതേപോലെ ഫോട്ടോ കൊടുക്കാൻ പോയ സമയത്ത് ഒരു ബ്രാഹ്മണർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ നിന്ന സമയത്ത് പെട്ടെന്ന് അവരെ തട്ടിപ്പോയി. അപ്പോൾ അവരുടെ മുഖം വല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഒരു അറപ്പ് തോന്നുന്ന രീതിയിലുണ്ടല്ലോ, അതേപോലെ അവരുടെ മുഖഭാവം വന്നപ്പം അന്നതിന് ശേഷം ഞാൻ അവിടെ പോയാൽ പെട്ടെന്ന് ഇങ്ങ് പോരാറുണ്ട്. കാരണം ഞാൻ അവിടെ എല്ലാ മാസവും പോകാറുള്ള ആളാണ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ പുറത്ത് ഈ വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് വരെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്ത് അതിലൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ എപ്പോഴും ഒരാളെൻ്റെ അടുത്തേക്ക് തട്ടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു അടി മാറി നിന്നിട്ടേ എപ്പോഴും പോകാറുള്ളൂ. അന്ന് അവരുടെ ആ മുഖഭാവം എനിക്ക് ഭയങ്കര വിഷമം വരുത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ വിശ്വാസത്തെ അത് ആരുടെ തന്നെ ആയാലും ഞങ്ങൾക്ക് തന്നെ ഉണ്ട് ഒവ് എടുത്തതിന് ശേഷം ഇന്ന ആൾക്കാർ തൊടാൻ പാടില്ല, ഇന്ന ആൾക്കാർക്കേ തൊടാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അത് നമുക്കറിയാവുന്നൊരു സംഭവം. അതേപോലെ ഞാൻ അവരെ തൊട്ടപ്പം ഒന്നും പറയാൻ അറിയാതെ തട്ടിപ്പോയതാ. അന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടതിന് ശേഷം ഞാൻ ഗുരുവായൂർ പോയാൽ പെട്ടെന്ന് പോരാറുണ്ട്. അന്ന് അവർ എൻ്റെ വസ്ത്രധാരണക്ക് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാനൊരു മുസ്ലിം കുട്ടിയാണെന്ന്. ഇന്നൊക്കെ പോയാൽ ഒരു പക്ഷേ ഞാൻ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നുള്ളത് മറ്റു മതസ്ഥർക്ക് മറ്റു നാട്ടിലുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഞാൻ അത് ഓക്കെ. പിന്നെ മറ്റ് ഭാഷകളിലുള്ള ആൾക്കാർ അവിടെ തമിഴ് അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ അന്നത്തെ എൻ്റെ വേഷവിധാനത്തിൽ മനസ്സിലാക്കാമായിരുന്നു ഞാനൊരു മുസ്ലിമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖം അന്ന് മാറിയത്. പക്ഷേ ഇന്ന് നേരെ മറിച്ച് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ തലേ തട്ടമിട്ടാൽ മാത്രമേ അവർക്കറിയുള്ളൂ ഞാനൊരു മുസ്ലിം കുട്ടിയാണ് എന്നുള്ളത്. അല്ലാത്ത പക്ഷേ ഞാൻ തട്ടം ഊരിയിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ ആർക്കും പറയാൻ പറ്റില്ല ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ. ഇപ്പോൾ ജാസ്മിൻ തന്നെ ഒരു പക്ഷേ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം ആ കുട്ടി ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്. ഈ മുസ്ലിംസ് ആരും അങ്ങനെ പൊട്ട് കുത്തി പോകില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം മേ ബി കണ്ടവരാരും ആ കുട്ടിയെ തടയാതിരുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു സംഭവം കേട്ടോ. കാരണം പൊട്ട് തൊട്ടിട്ടാണ് ജാസ്മിൻ ആ വീഡിയോ എടുത്തത്. പിന്നെ ഒരു മുസ്ലിം നാമധാരിയുടെ വേഷധാരണം അല്ലായിരുന്നു ജാസ്മിൻ്റേത്. കാരണം ഒരു മുസ്ലിം നാമധാരി ഒരിക്കലും വയറ് കാണിച്ചൊന്നും ചെറിയ കൈയിട്ടിട്ടും ഒന്നും അങ്ങനെ വീഡിയോസിൽ നിൽക്കൂല. അതുകൊണ്ടായിരിക്കും മേ ബി അവിടെ കണ്ട ആൾക്കാർ ഒരു പക്ഷേ അവരെ തടയാതിരുന്നത്. ഹിന്ദുക്കൾ പോയാലും അവർ അമ്പലത്തിൽ പോകുമ്പോൾ തൊടാൻ സമ്മതിക്കില്ല. ലത ചേച്ചി ഞാൻ മനഃപൂർവ്വം തൊട്ടതൊന്നുമല്ല, ഞാൻ അറിയാതെ തൊട്ട് പോയതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. ഗുരുവായൂർ നടയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് ഞാൻ പോവുക. ഗുരുവായൂർ പോയിട്ട് അവിടെ കണ്ണനെ തൊഴുതിറങ്ങുമ്പോഴും ഞാൻ ഒരു ഇറച്ചിയോ മീനോ ഞാൻ കൂട്ടാറില്ല. എൻ്റെ കൂടെ ആര് വരികയാണെങ്കിലും എൻ്റെ വാപ്പ വന്നിട്ടുണ്ട് ഗുരുവായൂരേക്ക്. അപ്പോഴേ ഞാൻ വാപ്പനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇറച്ചിയും മീനും കൂട്ടണ്ട കേട്ടോ, തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ വാങ്ങിത്തരാം. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പച്ചക്കറി കൂട്ടിയാൽ മതി കേട്ടോ എന്ന് സത്യം പറയാം. എൻ്റെ വാപ്പ വരെ പോന്നിട്ട് ഞാൻ പച്ചക്കറി തീറ്റിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. തിരിച്ച് വരുന്ന സമയത്ത് ഞാനാണെങ്കിലും എൻ്റെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ഇറച്ചിയും മീനും കൂട്ടാറുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുളിച്ച് വൃത്തിയായി ഇറച്ചിയും മീനും കൂട്ടാതെ ആണ് ഞാൻ കഴിയുന്നതും എന്താ ചെയ്യലെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭക്ഷണം പോലും കഴിക്കാറില്ല. കാരണം എന്താണെന്നറിയോ,
ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം അത് എത്ര ആൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിക്കാതെ അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ കുളിച്ച് വൃത്തിയായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ആ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ കുളിച്ച് വൃത്തിയായിട്ടാണ് ആ ഭക്ഷണം പാകം ചെയ്തത് എന്നുള്ളത് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റൂല. നമ്മൾ ഓരോരോ ഹോട്ടലിൽ കയറിയിട്ടാണ്, മുസ്ലിംസിൻ്റെ, ക്രിസ്ത്യൻസിൻ്റെ, ഹിന്ദുസിൻ്റെ എല്ലാവരുടെയും ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പം അവർ കുളിച്ച് വൃത്തിയായിട്ടിട്ടാണ് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവർ ചിലപ്പം അശുദ്ധിയായിരിക്കും രാത്രി, ചിലപ്പം അല്ലെങ്കിൽ കള്ള് കുടിച്ചിട്ടുണ്ടാവുമോ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരിപ്പോൾ പുലർച്ചെ എണീറ്റിപ്പം എനിക്ക് കുളിച്ച് വൃത്തിയായിട്ട് വേണം പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനും, ജസ്റ്റ് ഞാൻ ഗുരുവായൂരേക്ക് പോകുന്നുണ്ട് എന്നൊന്നും അവർക്ക് അറിയണ്ടാവില്ല. അതുകൊണ്ട് കഴിയുന്നതും ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെയാണ് പോവാറ്. കാരണം ആ വെച്ചുണ്ടാക്കിയ ആൾ ഭക്ഷണം കുളിച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. അത് അയാൾക്കും ദൈവത്തിനും മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഗുരുവായൂരേക്ക് നടയിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെയായിരുന്നു ഞാൻ മാക്സിമം പോവാറുള്ളത്. കാരണം ഈ ഒരൊറ്റ കാരണമുള്ളതുകൊണ്ട്. അത്രമേൽ ഞാൻ കണ്ണനെ സ്നേഹിച്ച് അങ്ങോട്ട് പോയിട്ടും എന്നെ ഇത്രമേൽ കല്ലെറിയാൻ ഞാൻ എന്ത് പാപാ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അതെന്നോട് വര തുടങ്ങി അന്ന് തൊട്ടിട്ട് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കണ്ണനെ എത്രമേൽ സ്നേഹിക്കുന്നോ അത്രമേൽ നിനക്ക് പരീക്ഷണം ഉണ്ടാവുമെന്ന്. ആ ഒരു പരീക്ഷണമാക്കിയിട്ട് മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. നല്ല വൃത്തി ഭക്ഷണത്തിൽ മാത്രം പോരാ, സ്വഭാവത്തിലും വേണം. എൻ്റെ സ്വഭാവത്തിൽ വൃത്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. അത് താങ്കളെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. താങ്കളോട് എനിക്കത് ഞാൻ വൃത്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ഇതാക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല കേട്ടോ. ഫോണും എടുത്ത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഒരുപാട് സമയമായി ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഗുരുവായൂരത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ഇരുന്ന് പോയി. അവിടെ അന്നദാനം തരുന്ന പൂജ നിവേദ്യം ചേർത്തതാണ്, അതെനിക്കറിയാം ലത ചേച്ചി. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് ആൾക്കാർ, ഞാൻ പല സമയത്തും അരുണിനോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ കുളത്തിൻ്റെ ആ ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത്, അല്ല നടക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ടും ആൾക്കാർ നിൽക്കുന്ന, അതും വെയിലൊക്കെ കൊണ്ടിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അരുണ് പറയലുണ്ട് പലപ്പോഴും എന്നോട്, ഇത് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ എന്ന് പറയലുണ്ട്. അത്രമേൽ ആൾക്കാർ ക്യൂ നിന്നിട്ട് ഭക്ഷണം മേടിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ക്യൂ നിൽക്കാതെ, എൻ്റെ കൈമേൽ രോമാഞ്ചം വരിക എന്ന് പറയില്ലേ, കൈ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ. ഞാൻ തന്ത്രിമനെ പോയിട്ട് പല പ്രാവശ്യം ഞാൻ പടച്ചോറുണ്ടല്ലോ, പടച്ചോറ് കഴിച്ചിട്ട് വരിക. മനയിൽ നിന്ന് കുറച്ചാട്ടോ നമുക്ക് ആ ഒരു ഇലയിലിട്ട് തരിക, പക്ഷെ വയറും മനസ്സും നിറഞ്ഞ രീതിയിൽ നമുക്കത് എന്താസ്വദിച്ച് കഴിക്കാൻ പറ്റുമെന്നറിയോ. ഈ മോരുകറിയൊന്നും ഞാൻ കൂട്ടാത്തൊരു സംഭവമാണ്, പക്ഷേ അവിടുന്ന് കഴിക്കുന്ന മോരുകറിക്കൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ. ആ പടച്ചോറ് പലപ്പോഴും ഞാൻ ഉച്ചൻ്റെ സമയത്താണ്, ഇവിടുന്ന് എത്ര രാവിലെ പോയാലും അവിടെ ഉച്ചൻ്റെ സമയത്താണ് എത്തിപ്പെടുക, കാരണം ബ്ലോക്കും കാര്യങ്ങളും ആണല്ലോ. അപ്പോൾ തന്ത്രിമനെ പോവുകയാണെങ്കിൽ ഉച്ച സമയത്താണെങ്കിൽ തന്ത്രി പറയും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. എന്നതിന് ശേഷം അമ്പലത്തിൽ കണ്ണന് നിവേദ്യം വെച്ചതിന് ശേഷം, അത് കൊടുത്തതിന് ശേഷം ഉച്ചക്ക് രണ്ടാമത് വരുന്നത് തന്ത്രിമനയിലേക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അവിടുന്ന് തന്ത്രി കഴിച്ചതിന് ശേഷം നമ്മൾ എത്ര പേരാണോ അവിടെ ഉള്ളത് അവർക്കൊക്കെ ഈ നിവേദ്യം ചോറ് തരും. അപ്പം ഞാൻ പല പ്രാവശ്യം, ഞാൻ എത്രയോ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം അതിൻ്റെ ഫോട്ടോ വരെ എടുത്ത് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുക, കാരണം അത്രമേൽ ഭക്തർ അത്രമേൽ ക്യൂ നിന്നിട്ട് കഴിക്കുന്നൊരു സാധനം ഞാൻ തന്ത്രിമനയിൽ പോയിട്ട് കൂളായിട്ട് അവിടെ ഈ മനയിൽ നിലത്തിരുന്ന് കഴിക്കുന്ന സമയത്ത് ഭയങ്കര അത്ഭുതമായിട്ട്. അതേപോലെ പായസം, എപ്പോൾ പോകുമ്പോൾ അവിടെ പായസം കിട്ടും. അപ്പം എനിക്ക് ഭയങ്കരമേൽ സന്തോഷമാണ്. ഞാൻ ഇപ്പം ഇനിയിപ്പോൾ തന്ത്രിമനെ പോകുന്ന സമയത്ത് തന്ത്രി അവിടെ ഇല്ലെങ്കിലും അവിടുത്തെ സ്റ്റാഫുകൾ പറയും അവിടെ നിനക്ക് പായസം കഴിച്ചിട്ട് പോടുമെന്ന് പറയും. എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ, അത്ര ഞാൻ കഴിച്ചിട്ടുണ്ടെന്നറിയോ. അത്രമേൽ കണ്ണനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും ഇത്രമേൽ എന്നെ കല്ലെറിഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു നാൾ എൻ്റെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ അതാ കണ്ണൻ തന്നെ തെളിയിക്കും. കാരണം കണ്ണനാണ്
ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കണ്ണൻ്റെ പേര് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നത്. ആ കല്ല് പൂക്കളാക്കി മാറ്റണേ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ, അതാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പന് അതേപോലെ ഈ എറിഞ്ഞ കല്ലുകൾ പൂവായിട്ട് മാറ്റുന്നൊരു കാലം വരും. ഞാൻ തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് തന്നെ പറയും. അത് ശരിയാണല്ലോ അത് ചേച്ചി, എല്ലാവരും തെറ്റാണെന്ന് തന്നെ പറയും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ജാസ്മിൻ്റെ ഭാഗത്ത് ഞാൻ ഒരിക്കലും നിന്ന് സപ്പോർട്ട് ചെയ്യല. പക്ഷേ ആ രൂപഭാവം കണ്ടപ്പം ഒരു പക്ഷെ അവിടുത്തെ സ്റ്റാഫുകൾ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം നാമധാരികൾ നടക്കുന്ന ഒരു വേഷത്തിലല്ല ആ കുട്ടി അന്ന് അവിടെ പോയത്. ഞാൻ പോലും എന്ന് വെച്ചാൽ അത്രക്ക് പറഞ്ഞതിൻ്റെ മാതിരി ഞാൻ ഇന്ന് വരെ പൊട്ടുകുത്തി ഞാൻ 1-2 വീഡിയോസ് എടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഞാൻ പൊട്ടുകുത്തി പോയിട്ടില്ല കേട്ടോ. അത് മറ്റൊന്നുമല്ല, എൻ്റെ മാതാപിതാക്കളെ പേടിച്ചിട്ടാണ്. പൊട്ടുകുത്താൻ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല. പണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരുപാട് കൂട്ടുകാരികൾ, എനിക്ക് ഹിന്ദു മതസ്ഥരുണ്ട്. എൻ്റെയൊക്കെ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മതസ്ഥരുണ്ടെങ്കിൽ അവർ മാത്രമേ കൂട്ടുകൂടുള്ളൂ. അവർ മുസ്ലിംസിനോടൊന്നും കൂട്ടുകൂടൂലായിരുന്നു ആ കാലത്തിട്ടോ. 2005 തൊട്ടിട്ടുള്ള അങ്ങോട്ട് കാര്യം നമുക്ക് പറയാം. അന്നപ്പാണല്ലോ നമുക്ക് കുറച്ച് ബുദ്ധിയും വിവേകമൊക്കെ വരിക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ളൊരു പൊട്ട് കുത്തുന്ന കണ്ടിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ ചെറുതിൽ പൗഡർ എടുത്തിട്ട് ഇവിടെ തൊട്ടിട്ടുണ്ട്. ടി വിയിലൊക്കെ കണ്ടതിന് എൻ്റെ കൂട്ടുകാരികളിലൊക്കെ കുത്തി ഒത്തിരി പ്രാവശ്യം ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട്. എൻ്റെ ഉമ്മയും പാപ്പയും കാണാതെ കേട്ടോ, എൻ്റെ കൂടപ്പിറപ്പുകൾ കാണാതെ കേട്ടോ. അത്രമേൽ എനിക്കിഷ്ടമാണ് പൊട്ട് കുത്താൻ. പക്ഷെ ഞാൻ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് പൊട്ട് കുത്തി ഇറങ്ങാത്തത് എൻ്റെ മാതാപിതാക്കളെ പേടിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. കാരണം അവർക്ക് ഞാനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് എന്തായാലും എൻ്റെ മാതാപിതാക്കളാണ്, എനിക്ക് തള്ളാൻ പറ്റൂല. അറിയാത്ത പിള്ളക്ക് ചെറിയുമ്പോൾ അറിയും ആയിരിക്കും. എനിക്ക് എന്തോ ഞാനതിൽ അഭിപ്രായം പറയാൻ ഒരാളായിരിക്കില്ലല്ലോ അത് ചേച്ചി, എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും കണ്ണൻ ഒരു കാലത്ത് എൻ്റെ ഭാഗത്തുള്ള നിരപരാധിത്വം തെളിയിക്കും. ഇത് കണ്ടോ? അപ്പം നിങ്ങൾ ചോദിക്കും, പൊട്ട് കുത്തുന്ന എനിക്ക് ഈ കൃഷ്ണ വിഗ്രഹം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷേ ഇതെൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഉമ്മാനെ കാണിക്കാറില്ല കേട്ടോ, വാപ്പാനെയും കാണിക്കാറില്ല. പേടിയുണ്ട്, നല്ലോണം പേടിയുണ്ട് എനിക്ക്. കാരണം പേടിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പേടിക്കാതിരുന്നാൽ നമുക്കത് നാളെ നമ്മുടെ കുട്ടികൾ നമ്മളെ പേടിക്കാതിരിക്കും. എന്നോട് ഇതിനു മുമ്പേ VK ബൈജു ചേട്ടൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നിനക്ക് മതം മാറിക്കൂടെ, തട്ടം നീ ഉപേക്ഷിച്ചു, നിനക്ക് മതം മാറിക്കൂടെ എന്ന് ചോദിച്ചു. അന്നും ഞാൻ VK ബൈജു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തിട്ട് പറയാണ്, എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ചുറ്റിലുമുണ്ട്. അവരില്ലാത്തൊരു കാലത്തായിരുന്നു ഒരു പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചേനെ. പക്ഷെ അവരുള്ള സമയത്ത് എനിക്കതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം എൻ്റെ ഉമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മുളങ്ങി പൊട്ട് കുത്തിയിട്ടൊന്നും വീഡിയോ ചെയ്യല്ലേ, വാപ്പാനെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. അത്രമേൽ പേടിക്കുന്നൊരു ഉമ്മയാണ്. എനിക്കുള്ള കൂട്ടുകാർ മുഴുവൻ മുസ്ലിംസാണ്. ലത ചേച്ചി, എത്ര നമുക്ക് കൂട്ടുകാർ മുസ്ലിമാണ്, അവർ നമ്മളെപ്പോലെ നോക്കി കാണുന്നുണ്ട്, അല്ലെ അവർ എന്നെ അങ്ങനെയും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ലത ചേച്ചിക്ക് ഒരു മോനോ മോളോ ഉണ്ടായിക്കോട്ടെ, കൂട്ടുകാരികളുടെ ഏതെങ്കിലും ഒരു മകനെയോ മകളെയോ പ്രണയിച്ച് നോക്കട്ടെ, അപ്പം അവരുടെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാവും. എത്രയോ മുസ്ലിംസ്, എനിക്കറിയാവുന്ന എത്രയോ മുസ്ലിംസ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജാതിയും മതമൊന്നുമല്ല മക്കളെ, നമുക്ക് മനുഷ്യരാണ് വലുത് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അവരുടേതായിട്ടുള്ള ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ തള്ളിക്കളി തന്നെ ചെയ്യുന്ന എനിക്ക് അനുഭവമുള്ളത്, എൻ്റെ കുടുംബത്തിൽ അനുഭവമുള്ളൊരു സംഭവമാണ്. അതുവരെ പുറത്തിറങ്ങുമ്പം എല്ലാ മതസ്ഥരും ഒരുപോലെ, പക്ഷെ തൻ്റെ കുടുംബത്തിൽ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചപ്പോൾ അവളെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് വരെ പുറത്താക്കിച്ച ആൾക്കാർ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അത് എനിക്ക് കാരണം അത്രമേൽ സൗഹൃദമാണ് പുറം ലോകത്ത് കാണിക്കുന്നത്. പക്ഷെ തൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും വന്നാൽ അതൊരിക്കലും വിട്ടുകൊടുക്കൂല, അതൊരു മതസ്ഥനും വിട്ടുകൊടുക്കൂല. ഇനിയിപ്പം ലത ചേച്ചി ആയാലും മറ്റാര് തന്നെ ആയാലും, നമ്മളിപ്പം തൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ സ്നേഹിക്കുന്നതെന്ന് കേട്ടാൽ അപ്പം മതവികാരം അവിടെ പൊട്ടിപ്പുറപ്പെടും. അത് തീർച്ചയായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നാളെ എൻ്റെ മക്കൾ ഒരു ഹിന്ദുവിനെ ഞാൻ ഒരിക്കൽ ജാമിത ടീച്ചറോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഗൈസ്. ജാമിത ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചറെ നമ്മുടെയൊക്കെ മക്കൾ ആരെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എൻ്റെ മകൾക്ക്
ഏറ്റവും വലിയ ഇവിടെ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്നൊരു ആലോചന വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പം എനിക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളെ ആര് വിവാഹം കഴിക്കും, ഏത് മതത്തിലുള്ള ആൾക്കാർ വിവാഹം കഴിക്കും, എൻ്റെ മകനും മകളും അവരെ ആര് കല്യാണം കഴിക്കും, ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല മോളെ, വീണ്ടും അമ്പലവും പള്ളിയും വേറാണ്. ആ സത്യമാണ്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളെ ഏത് മതത്തിലുള്ള ആൾക്കാരാണ്. എനിക്കൊരു മകളുണ്ട്, അവളപ്പം ഒരു മുസ്ലിം മതസ്ഥരെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് അവർ 100 കാര്യങ്ങൾ എന്നോടുള്ള വാശി ചിലപ്പോൾ ഒരു മക്കളോട് തീർക്കും. ഒരു ഹിന്ദു മതസ്ഥരെ കയ്യിലേക്കാണ് ഞാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ അവർ പറയും, ഇവർ ജന്മം കൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദ്രവിക്കൂല എന്നുള്ളത് എന്താ 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 എനിക്ക് ഒരു ഉറപ്പുണ്ടാവുക? ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചൊരു കാര്യമാണ്. എൻ്റെ ഭർത്താവ് കുട്ടിക്കാലത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു ഹിന്ദു മതസ്ഥയാണ്. പക്ഷെ എൻ്റെ ഭർത്താവ് കുടുംബത്തെ ഭയന്നിട്ടാണ് വിവാഹം കഴിക്കാതിരുന്നത്. ഇന്നും അവർ നമ്മൾ കണ്ണും നോക്കി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഉത്സവ സ്ഥലത്ത് പോയ സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ ഒരു നോട്ടം കണ്ടപ്പം എനിക്ക് നെഞ്ച് പടഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ കാക്കനോട് ചോദിച്ചു, വല്ലാത്ത വിഷമമുണ്ടില്ലേ എന്ന്. അതവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. മതവും ദൈവവും രണ്ടും രണ്ടാണ്. ദൈവത്തെ തിരയോ സത്യത്തെ തിരയോ. മതവും ദൈവവും രണ്ടും രണ്ടാണ്. പക്ഷെ അവനവൻ്റെ വാതുപ്പടി നേർക്ക് വരുന്ന സമയത്ത് രണ്ടും അവർക്ക് പ്രശ്നമാവും. ഒന്നും മാത്രമല്ല, രണ്ടും പ്രശ്നമാവും. അപ്പം അങ്ങനെയാണ്. ഏതായാലും ഗുരുവായൂർ വിശേഷങ്ങൾ പറഞ്ഞ് ഒരുപാട് സമയമായി. ഇനിയിപ്പം ഇതിനൊരുപാട് റിയാക്ഷൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് പലരുടെയും പല അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അവരവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായവും പറഞ്ഞു. അത്ര മാത്രമേ ഞാനും കൂട്ടുന്നുള്ളൂ. എൻ്റെ ഗുളിക മിസ്സേബീസ്. അപ്പം നമുക്ക് ആരുടേതായാലും ആരുടെയും അഭിപ്രായം പറയാമല്ലോ. ജിംസ് പോലത്തെ ഒരു ഗുളിക കേട്ടോ, ഒടുക്കമത്തെ റേറ്റാണ് ഗൈസ്. ഈ ഒരു സ്ട്രിപ്പിന് വരുന്നത് എത്രയാണെന്നറിയോ? 672 രൂപ. ഇനിയുള്ള തലമുറ ജാതി നോക്കി കല്യാണം കഴിക്കില്ല മോളെ. ഇനിയുള്ള തലമുറ ജീവിക്കാൻ പണം മുഖ്യം ആയിരിക്കാം. മനസ്സിനെ സമാധാനിപ്പിക്കാൻ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഏത് തലമുറയിലാണെങ്കിലും ഒരു നാരദനെ പോലെയുള്ള ഒരു പ്രായമായ ഒരാളുണ്ടാവും. ആ തലമുറയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ. നാരദനെ അറിയാമല്ലോ. ഇനിയിപ്പം ഞാൻ നാരദനെ അവഹേളിച്ചു എന്നൊന്നും ആരും പറയണ്ട കേട്ടോ. ഞാൻ നാരദനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലെ കഥകളിലാണ് ഞാൻ കേട്ടത്. നാരായണ നാരായണ എന്ന് പറയുന്ന നാരദന. അപ്പം അതേപോലെ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാവും ഒരു നാരദൻ, എല്ലാത്തിലും വന്നിട്ട് അഭിപ്രായം പറയാൻ. മാല എത്ര പവൻ ആണ് അങ്ങനെയൊന്നും വിളിക്കാം, നിങ്ങൾക്ക് എത്ര പവൻ വേണമെങ്കിലും കൂട്ടാം. അപ്പം ഞാൻ പവൻ്റെ കണക്ക് പറയാൻ ഇവിടെ പറയും പൊങ്ങച്ച് മടിക്കാൻ ജസ്റ്റ് ഞാൻ വന്നു. പിന്നെ പറയും നിനക്കത് വിട്ടിട്ട് നിൻ്റെ ഉമ്മാനെ പാപ്പാനെ അയച്ചിട്ട് പറഞ്ഞു വെച്ചൂടെ. ഞാൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. നാളെ എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആകെയുള്ള സമ്പാദ്യം അതെൻ്റെ മക്കൾക്കുള്ളത്, മാതാപിതാക്കൾക്കുള്ളത് ഞാൻ ഒരു സൈഡ് കൊടുത്തു. ഒരു സൈഡിൽ കൂടിയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതെനിക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള ഭാഗങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഗുളിക കുടിച്ചോട്ടെ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ലൈവ് മെല്ലെ വൈൻഡപ്പ് ചെയ്യാൻ നോക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ നാളെ ചെറിയൊരു ടൂറ് പോകുന്നുണ്ട്. അപ്പം ടൂറ് പോകുന്നത് കൊണ്ട് ഇപ്പോൾ സമയം 8 മണിയായി, കിടന്നുറങ്ങേണ്ടതാണ്. പുലർച്ചെ എഴുന്നേറ്റ് പോവുകയാണ്. 1 ഡേ ടൂറായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് 1 ഡേ ആണോ 2 ഡേ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ അവിടുത്തെ സാഹചര്യം പോലെ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഇന്നിപ്പം എൻ്റെ കസിൻ വിവാഹം കഴിച്ച പേര് ഉദയ പ്രകാരം ഒരു കാസ്റ്റ് ആരോ എങ്ങനെയോ വിവാഹം കഴിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്തേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കേൾക്കണോ? എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഭാര്യ
അവരുടെ ഉമ്മ എന്ന് പറയുന്നത് മതത്തിൽ കൂടിയൊരു വ്യക്തിയാണ്. ആദ്യം ഹിന്ദു മതസ്ഥയായിരുന്നു, പിന്നെ ഇസ്ലാം മതത്തിലേക്ക് അവരുടെ ബാപ്പാനെ കല്യാണം കഴിക്കേണ്ടിയിട്ട് മാത്രം മതം മാറിയ ഒരു വ്യക്തിയാണ്. പക്ഷേ അതിലുണ്ടായ മകളെന്ന് പറയുന്നത് ഹിന്ദു അല്ല മുസ്ലിമും അല്ലാത്ത രീതിയിലായിരുന്നു അന്നത്തെ കാലത്ത് നടക്കുക. ഇന്നെന്ന് വെച്ചാൽ ഞാൻ വലിയ കോണ്ടാക്റ്റ് ഇല്ല കേട്ടോ, എങ്ങനെയാണ് നടക്കലെന്നൊന്നും എനിക്കറിയില്ല. ഒരു ലെക്ചറാണ്. അപ്പം എങ്ങനെയാണ് ഭാവി നമുക്കൊക്കെ വരാമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒരുപാട് സമയം 3/4 മണിക്കൂറായി ഞാൻ സംസാരിക്കൽ തുടങ്ങിയിട്ട്. ഇതിന് പലരും പല അഭിപ്രായങ്ങളും പറയാനും പല രീതിയിൽ വരും എന്നുള്ളത് എനിക്കറിയാം. അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അതൊക്കെ നേരിടാൻ തയ്യാറായതുകൊണ്ടുമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഗുളിക കുടിച്ചിട്ടും മെൻ്റൽ മാറിയില്ലല്ലോ. എന്താ തിരുതി സാബിത്തെ നാളെ നിൻ്റെ ഉമ്മാക്ക് മാനസിക പ്രശ്നം വരൂല എന്നൊന്നും നീ വിചാരിക്കേണ്ട കേട്ടോ. വരും, നിൻ്റെ ഉമ്മാക്കും വരും, നിനക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന പിള്ളേർക്കും വരും. ആരെയും കളിയാക്കാൻ പറ്റും. മാനസികം എന്ന് പറയുന്നത് ഒരസുഖമല്ല, ഒരവസ്ഥയാണ് എന്നുള്ളത് ചിന്തിക്കുക. എനിക്ക് മാനസികമായിട്ട് ഇല്ലതാണ് കേട്ടോ, അതും ഞാൻ പറഞ്ഞു തരാം. പക്ഷേ മാനസിക രോഗം എന്ന് പറയുന്നത് ഒരസുഖമായിട്ട് കണക്കാക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്ത് ഈ കാലത്ത് ഈ 2025 പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. മാനസിക രോഗം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്, ഒരസുഖമല്ല എന്നുള്ള കാര്യം ബോധത്തോടെ ചിന്തിക്കുക. അപ്പോൾ ഈ ലൈവ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം. ജസ്ന സലീം.